അസിഡിറ്റിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അസിഡിറ്റി ഗ്യാസ് ഫോം ചെയ്യുന്നത്, പുളിച്ചത് കിട്ടൽ, അതുപോലെ വയറ്റിലുണ്ടാകുന്ന അൾസർ, ഇതെല്ലാം ഏകദേശം ഒന്നാണെന്നാണ് മിക്കവരുടെ ഒരു കൺസെപ്റ്റ്. എന്നാൽ അങ്ങനെയല്ല. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഇത് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ അസിഡിറ്റിയെ കുറിച്ചിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ലൈക്ക് അസിഡിറ്റി എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ ഈ അസിഡിറ്റി കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ശരിക്കും ഈ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് മെഡിക്കൽ ടേംസ് അല്ല. പക്ഷെ അതിനെ പൊതുവെ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. അപ്പം നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം അസിഡിറ്റി എന്താണെന്ന് നോക്കാം. നമ്മുടെ വയറ്റിനുള്ളിൽ, ആമാശയത്തിനുള്ളിൽ സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദഹനരസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഫുഡ് ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആസിഡാണ് അത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl ആണ് സാധാരണഗതിയിൽ നമ്മുടെ വയറ്റിൽ ഉണ്ടാക്കുന്നത്. ഈ ആസിഡിൻ്റെ സാന്നിധ്യം കാരണം നമ്മുടെ ആമാശയത്തിൻ്റെ pH അസിഡിക് ആയിരിക്കും. അതായത് മിക്കവാറും 3-ൽ താഴെ ഒരു 1.6 to 1.7 വരെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതായിരിക്കും നമ്മുടെ ആമാശയത്തിനുള്ളിലെ pH എന്ന് പറയുന്നത്. ഈ ആസിഡ് പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളെയാണ് അസിഡിറ്റി എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു വരുന്നത്. ഇനി ഇതേ ആസിഡ് നമ്മുടെ ആമാശയത്തിൽ നിന്ന് മേപ്പോട്ടെടുക്കുന്ന ഒരവസ്ഥയാണ് പുളിച്ചത് കെട്ടൽ എന്ന് നമ്മൾ പറഞ്ഞത്. ശരിക്കും മെഡിക്കൽ ടേമിൽ ഗ്യാസ്ട്രോ ഈസഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്, ഗേർഡ് എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ അന്നനാളത്തിനും ആമാശയത്തിനും ഇടയ്ക്കായിട്ട് ചെറിയൊരു പാളിയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഫുഡിൻ്റെ ആ ഒരു പാസേജിനെ ഒരു കൺട്രോളിന് വേണ്ടിയിട്ടാണ്. അത് തുറക്കുക അടയ്ക്കുകയും വഴിയാണ് ഫുഡ് പാസ് ചെയ്യുന്നത്, തിരിച്ചു കയറുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് തുറന്നിട്ട് തിരിച്ച് മുകളിലേക്ക് കയറുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ പുളിച്ചത് കെട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്യുന്നത് അത് ചില ആഹാര പദാർത്ഥങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പയർ, ഉരുളക്കിഴങ്ങ് അങ്ങനത്തുള്ള ആഹാര പദാർത്ഥങ്ങൾ അത് ദഹന പ്രക്രിയയുടെ ഫലമായിട്ട് വിഘടിക്കുന്നു. അപ്പോൾ ആ വിഘടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ചെറിയ എമൗണ്ട് ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് സംസാരിച്ചു കൊണ്ടൊക്കെ ആഹാരം കഴിക്കുമ്പോൾ നമ്മളും ഇതുപോലെ എയർ വിഴുങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്തു എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഇവരെ 3 പേരും നമ്മൾ ഏകദേശം ഒരേ അർത്ഥത്തിലാണ് പറയാറുള്ളത്. കാരണം ഇവർ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളുടെ സാമ്യത കാരണമാണ് നമ്മൾ ഇത് 3ഉം ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അതുപോലെ തന്നെ അൾസർ എന്ന് പറയുന്ന കണ്ടീഷൻ, ഇവർക്ക് 4 പേർക്കും ഏകദേശം സെയിം ആയിട്ടുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന വേദന, അപ്പർ അബ്ഡമൻ, പുക്കിളിന് മുകൾ ഭാഗത്ത് വരുന്ന വേദന, അതുപോലെ അത് നെഞ്ചിലേക്ക് പോകുന്ന എരിച്ചിൽ, ഒരു ബേണിംഗ് സെൻസേഷൻ, നെഞ്ചെരിച്ചിലായിട്ടായിരിക്കും പേഷ്യൻ്റ് പറയുന്നത്. അതുപോലെ തന്നെ വയറ് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞ പോലെ തോന്നുക, വയറ് വീർത്ത് വരുന്ന പോലെയുള്ള സെൻസേഷൻ. ഇപ്പോൾ ഈ 4 ലക്ഷണങ്ങളായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഈ 4 കണ്ടീഷൻസിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഇതിൽ അൾസറിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് മറ്റൊരവസരത്തിൽ പറയാം. ഇപ്പം നമുക്കതിനെ ഇങ്ങനെ മനസ്സിലാക്കാം. വയറിനുള്ളിലുണ്ടാകുന്ന ചെറിയ വ്രണങ്ങളാണ് അൾസർ എന്ന് പറയുന്നത്. അൾസറിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് അസിഡിറ്റി. ഈ അസിഡിറ്റിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അസിഡിറ്റി നമ്മൾ പറഞ്ഞു ആമാശയത്തിനുള്ളിൽ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളായിട്ട് വരുന്നതും ഈ ആസിഡ് പ്രൊഡക്ഷൻ കൂട്ടുന്ന കണ്ടീഷൻസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സമയം തെറ്റിയുള്ള നമ്മുടെ ആഹാരക്രമം. അതായത് നമ്മൾ ഒരു ഇന്ന സമയത്ത് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നമ്മുടെ ബോഡിക്ക് ആഹാരം കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വയറിനുള്ളിൽ ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള ദഹനരസങ്ങളെ പുറപ്പെടുവിക്കും. പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ ആഹാരം കഴിക്കുന്നില്ല. അപ്പോൾ ഈ ദഹനരസങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ആഹാര പദാർത്ഥം അവിടേക്ക് എത്തുന്നില്ല. ഇതവിടെ വെറുതെ ഉണ്ടായി ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ ദഹനരസങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസിഡിറ്റി ഉണ്ടാകാനുള്ള ഒരു കാരണമാണ്. രണ്ടാമതെന്ന് പറയുന്നത് സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ, നല്ല എരിവും പുളിയുള്ള ആഹാരം. അടുത്തത് അമിതമായ മരുന്നുകളുടെ ഉപയോഗമാണ്. ചിലർക്ക് അവരുടെ സാഹചര്യം കൊണ്ട്, അതായത് ചില അസുഖങ്ങളുടെ
ചികിത്സയുടെ ഭാഗമായിട്ട് അവർക്ക് സ്ഥിരം മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നവരുണ്ട്. ഇപ്പോൾ സ്ട്രോക്ക് അല്ലെ കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ ഇതുപോലെ അസിഡിറ്റി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മരുന്നുകളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് ഒന്നും ചെയ്യാനാവില്ല. പക്ഷേ അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ചെറുതായിട്ട് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമ്പോഴേ അനാവശ്യമായിട്ട് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ മരുന്നൊക്കെ കഴിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുന്നത് ഈ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് സ്ട്രെസ്സ്. സ്ട്രെസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ് ഈ അസിഡിറ്റി, അൾസർ പോലുള്ള വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്. ഇനിയൊരു കാരണം എന്ന് പറയുന്നത് മദ്യപാനമാണ്. മദ്യപാനം അതുപോലെ തന്നെ മറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം അസിഡിറ്റിയിലേക്കോ അൾസറിലേക്കോ ഒക്കെ നയിക്കാറുണ്ട്. ഈ അസിഡിറ്റിയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഒരു 4 വാർണിംഗ് സൈൻസ് പറയാം. അതായത് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇതിൻ്റെ ഒരു കോസ് എന്താണെന്ന് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം. അതായത് ഈ 4 സൈൻസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അസിഡിറ്റി മറ്റൊരു സീരിയസ് കണ്ടീഷനിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ 4 സൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണ്. നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഗ്രാജ്വലായിട്ട് വെയിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. രണ്ടാമത്തേത് ഛർദി. അത് ഇടവിട്ട് വരുന്ന ഛർദിൽ. മൂന്നാമത്തേത് ബ്ലീഡിംഗ് ആണ്. ഒന്നുകിൽ മലത്തിലൂടെ രക്തം പോകാം, അല്ലെങ്കിൽ ഛർദിച്ച് ബ്ലഡ് പോകാം. അടുത്ത നാലാമത്തേതെന്ന് പറഞ്ഞാൽ ആഹാരം ഇറക്കാൻ കഴിയാതെ വരുന്നൊരവസ്ഥ. വളരെ ഇറക്കുന്ന സമയത്ത് നല്ല പെയിൻ ഉണ്ടാവുക, ആഹാരം കഴിക്കാനേ പറ്റാതെ വരിക. ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈൻ കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ 4 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് അതിനെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം. അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണെന്നും പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. കാരണം ഇതിന് പിന്നിൽ പല സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ്, ഈവൻ ഗ്യാസ്ട്രിക് ക്യാൻസർ വരെ ആകാം, അല്ലെങ്കിൽ ലിവറിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന പല അസുഖങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടാകാം. അപ്പോൾ അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ഇനി ട്രീറ്റ്മെൻറ്റിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളും കൂടി കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊരു ഗുണം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കൃത്യമായി സമയത്ത് ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ 2 മീൽസ് തമ്മിൽ 6 മണിക്കൂറിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടാകാതെ നോക്കണം. അതായത് 6 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ആഹാരം കഴിച്ചിരിക്കണം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മളൊരു 7-8 മണിക്കൂർ ആഹാരം കഴിക്കാതിരുന്നിട്ട് കഴിക്കുന്ന ആഹാരമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കൃത്യമായി മാക്സിമം രാവിലെ 8:30ക്കുള്ളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിരിക്കണം. ഇപ്പോൾ സ്കൂൾ കുട്ടികൾ, ടീനേജേഴ്സ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ലേഡീസിനാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് കാണാറുള്ളത്. അത് പരമാവധി ഒഴിവാക്കുക. രാവിലെ കുറച്ചെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ ഒരു 8:30ക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ അമ്മമാരെന്ന് പറയുന്നത്. അവർ ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്താൽ തന്നെയും ഉച്ചയ്ക്ക് അടുത്ത് അവരൊരു ഫുഡ് കഴിക്കുന്നതെന്ന് പറയുന്നത് 3 മണിക്ക് ശേഷമായിരിക്കും. മിക്കവാറും 3 മണിക്ക് ശേഷം വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഗ്യാപ്പ് കൂടി പോവുകയാണ്. അസിഡിറ്റിക്ക് കാരണമാകും. അപ്പം മാക്സിമം 1 മണിക്ക് തന്നെ നമ്മൾ ലഞ്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും ഒരു ഈവനിങ് സ്നാക്ക്, അതിനുശേഷം രാത്രിയിലത്തെ ആഹാരം കിടക്കുന്നതിന് മിനിമം ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ മുന്നെയെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ അന്നനാളത്തിനെയും ആമാശയത്തിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ചെറിയൊരു പാളിയുള്ളത്. അപ്പം നമ്മൾ കഴിച്ച ഉടനെ കിടക്കുന്ന സമയത്ത് ഇത് ഓപ്പണായിട്ട് തിരിച്ച് ഇത് മുകളിലേക്ക് കയറാനുള്ള സാധ്യത, അത് പുളിച്ചിതകട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരുപാട് വയറ് നിറച്ച് ഫുള്ളായിട്ട് ടൈറ്റായിട്ട് ആഹാരം കഴിച്ചാലും ഇതുപോലെ അത് മുകളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി വേണ്ടത് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പാണ്. ഡെയിലി 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നീട് സ്ട്രെസ് മാനേജ്മെൻറ്റ്, നമ്മുടെ അമിത ഉത്കണ്ഠ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കത് സ്വയം മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. ആ സ്ട്രെസ് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് വേണ്ട നടപടികൾ എടുക്കുക. പിന്നീട് ഇനി പറയാനുള്ളത്, നമ്മൾ ആ ഒരു അസിഡിറ്റി ഉണ്ടാക്കുന്ന കുറച്ച് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കുക. ഒന്നാമതായിട്ട് ആൽക്കഹോൾ, മദ്യപാനം ഒഴിവാക്കുക. ഒരുപാട് എരിവും പുളിയുള്ള ആഹാരങ്ങൾ, അച്ചാറ് പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക.
അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം നിർത്തുക. ദെൻ ഫുഡ് കഴിക്കുമ്പഴ് ചവച്ചരച്ച് കഴിക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുക. നമ്മള് ഇപ്പം ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക. വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. വെള്ളം കുടിക്കുമ്പഴ് നമ്മൾ പണ്ട് മുതലേ പറയുന്നതാണ് ആഹാരത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുതെന്ന്. അപ്പൊ ആഹാരത്തിനൊപ്പം നമ്മൾ വെള്ളം കുടിക്കുമ്പഴ് ആഹാരം ഡൈല്യൂട്ടായി പോവും. അതായത് വയറിൽ ഒരുപാട് സമയം ആഹാരം തങ്ങി നിൽക്കാൻ ഇത് കാരണമാകും. അപ്പൊ അതിനെ തുടർന്ന് അസിഡിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അപ്പൊ അസിഡിറ്റിയൊക്കെ ഉള്ളവരാണെങ്കില് മാക്സിമം ആഹാരത്തിന് മുന്നേ വെള്ളം കുടിക്കുക. ഒരു അരമണിക്കൂർ മുന്നേ വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ ആഹാരം കഴിച്ച് കഴിഞ്ഞ് ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നതായിരിക്കും ബെറ്റർ. ഈ അസിഡിറ്റിയുടെ അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാകുന്നതിൻ്റെയൊക്കെ വിഷയം ചെറുതിലെ മുതലേ ഉള്ളവരാണെങ്കില് അവരത് അത്ര ഡേഞ്ചറസ് ആയിട്ട് കാണേണ്ടതില്ല. പക്ഷേ ഒരു 40 വയസ്സിന് ശേഷം ആദ്യമായിട്ട് ഈ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ വയറ് ഫുള്ളാകുന്നു, അല്ലെങ്കിൽ പുളിച്ച് തികട്ടല്, നെഞ്ചെരിച്ചില് പോലുള്ള ലക്ഷണങ്ങൾ 40ന് ശേഷം ആദ്യമായിട്ട് കാണിക്കുന്നവരാണെങ്കില് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരതിന് പരിശോധനകൾ നടത്തിയിരിക്കണം. എൻഡോസ്കോപ്പിയോ അതുപോലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ കോസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ അസിഡിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അധികം പുളിപ്പില്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ അധികം പുളിപ്പില്ലാത്ത തൈര് കഴിക്കുന്നതും വളരെ നല്ലതാണ്. സോ അസിഡിറ്റി, പുളിച്ചു തികട്ടല്, അൾസർ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അസിഡിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.